ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാരസവാഹിനി അധ്യായം 15 ആശ്രമങ്ങളിൽ. അങ്ങനെ രാമൻ സീതയോടുകൂടി ലക്ഷ്മണനാലും ഗുഹനാലും അനുഗതനായി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. മഹർഷി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ദർശനത്താൽ അനുഗ്രഹീതനാകാൻ വളരെ നാൾ കാത്തിരുന്നതുപോലെ അദ്ദേഹം രാമനെ സ്വാഗതം ചെയ്യുവാനായി മുന്നോട്ട് ചെന്നു. മഹർഷിയെ കണ്ട ഉടൻ രാമൻ ദണ്ഡ നമസ്കാരം ചെയ്തു. ഭരദ്വാജൻ സ്നേഹപൂർവ്വം രാമനെ ആശ്ലേഷിക്കുകയും ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ ക്ഷണം സ്വീകരിക്കുന്നതിൽ രാമൻ വളരെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. മഹർഷി നിലത്തു വിരിച്ച ഇരിപ്പിടത്തിൽ അവരെ ഇരുത്തി. ഓരോരുത്തരെയും അവരവരുടെ പദവിക്കനുസരിച്ചാണ് ഇരുത്തിയത്. മഹർഷി ഓരോരുത്തരോടും ക്ഷേമം അന്വേഷിച്ചു. തൻ്റെ ഹൃദയാഭിലാഷം അന്നാണ് നിറവേറ്റപ്പെട്ടതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ശിഷ്യന്മാരോട് ഫലമൂലങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവ അതിഥികളുടെ മുൻപിൽ വച്ചു. ഫലമൂലങ്ങൾ കഴിക്കുവാൻ മഹർഷി അവരോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഔദാര്യവും സേവനവും സ്വീകരിച്ചുകൊണ്ട് അവർ ആ രാത്രി ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി. നേരം പുലർന്നു. രാമൻ പ്രയാഗയിലേക്ക് പോയി. മഹർഷിയോട് തന്നോടൊന്നിച്ചു വരാൻ അദ്ദേഹം അപേക്ഷിച്ചു. ഭരദ്വാജൻ പറഞ്ഞു, പ്രഭു, കേട്ടാലും വളരെ കാലമായി ഞാൻ കൊതിച്ചിരുന്ന ദർശനം എനിക്കിവിടെ വെച്ച് ലഭിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പുണ്യസ്ഥലം എൻ്റെ ആശ്രമത്തിനും തപസ്സിനും തിരഞ്ഞെടുത്തത്. അങ്ങയുടെ ദർശന ഭാഗ്യം ലഭിക്കുന്നതിനായി ഞാൻ വ്രതങ്ങൾ നോറ്റു, വൈദിക യജ്ഞങ്ങളും യാഗങ്ങളും നടത്തി, ദിവ്യനാമജപത്തിലും ദിവ്യ രൂപധ്യാനത്തിലും നിമഗ്നനായി. അങ്ങയുമായി സംഭാഷണം ചെയ്യാനുള്ള ഒരവസരവും പ്രതിഫലമായി ലഭിക്കുകയായിരുന്നു ഇതിൻ്റെ എല്ലാം ലക്ഷ്യം. അത് മൂന്നും എനിക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കിതിലപ്പുറം ആവശ്യങ്ങളൊന്നുമില്ല. രോഗം മാറിക്കഴിഞ്ഞ ശേഷം ഔഷധം തുടർച്ചയായി കഴിക്കുന്ന ഒരു വിഡ്ഢിയായി ഞാൻ മാറുന്നില്ല. ഞാനിപ്പോൾ ജനനവും മരണവുമാകുന്ന മാരക രോഗത്തിൽ നിന്നും വിമുക്തനാണ്. ഞാൻ ഈശ്വരനെ ദർശിക്കുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ട് ഹർഷോന്മാദം നിറഞ്ഞ മഹർഷിയെ കണ്ട് ഗുഹൻ അത്ഭുത പരവശനായി. അദ്ദേഹം സ്വയം പറഞ്ഞു, ഓ, എന്തൊരു മഹാഭാഗ്യം! അദ്ദേഹം പരമാനന്ദത്തിന് അധീനനായി. ഇതിനിടയിൽ രാമൻ തൻ്റെ ദിവ്യത്വം ഉള്ളിലൊതുക്കി കേവല മനുഷ്യൻ്റെ ഗുണങ്ങളെല്ലാമുള്ള വിധം അഭിനയിച്ചു. ഭരദ്വാജ മഹർഷി രാമതത്വത്തെപ്പറ്റി ആനന്ദപൂർവ്വം വിസ്തരിച്ചു. രാമൻ തന്നെ പറ്റിയല്ല അതെന്നും രാമനെന്നുള്ള പേരുള്ള മറ്റൊരാളെ സംബന്ധിക്കുന്നതാണെന്നുമുള്ള നിലയിൽ അത് ശ്രദ്ധിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, മഹർഷി പ്രമുഖ, അങ്ങയുടെ ഔദാര്യം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും അക്കാരണത്താൽ തന്നെ ആരാധ്യരാണ്. അങ്ങനെയുള്ളവരെല്ലാം സദ്ഗുണങ്ങളെ കൊണ്ടും ജ്ഞാനം കൊണ്ടും പരിപൂർണന്മാരുമാണ്. ഭരദ്വാജൻ്റെയും രാമൻ്റെയും വാക്കുകൾ കേട്ട ആശ്രമത്തിലെ ശിഷ്യന്മാർ, തപസ്വികൾ, മഹർഷിമാർ, സന്യാസിമാർ എന്നിവരെല്ലാം ആശ്ചര്യസ്തബ്ധരും ആനന്ദപൂർണരുമായി. പ്രയാഗയിലെ പുണ്യസ്നാനത്തിന് ശേഷം സീതയോടും ലക്ഷ്മണനോടും ഗുഹനോടും കൂടി രാമൻ ആശ്രമം വിട്ട് വനത്തിലെ ഗഹനമായ ഉൾപ്രദേശത്തേക്ക് പ്രവേശിച്ചു. ഭരദ്വാജൻ നദീതടം വരെ അവരെ അനുഗമിച്ചു. അവിടെ വെച്ച് അദ്ദേഹം രാമനെ പ്രേമപൂർവ്വം സമാശ്ലേഷിച്ചുകൊണ്ട് അവർക്ക് സന്തോഷപൂർണമായ ഒരു യാത്ര ആശംസിച്ചു. രാമൻ മഹർഷിയുടെ അനുഗ്രഹങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, ഏത് ഭാഗത്തുകൂടെ പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്? മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പ്രഭു, എല്ലാ ലോകങ്ങളും അങ്ങേക്ക് അപരിചിതമായ ഒരൊറ്റ മാർഗവുമില്ല. അങ്ങ് ഈ വേഷത്തിൽ ഒരു കേവല മനുഷ്യൻ്റെ ഭാഗം അഭിനയിക്കുകയാണ്. എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം മറുപടി പറയേണ്ടത് എൻ്റെ ധർമ്മമാണല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ശിഷ്യരിൽ 4 ആളെ വിളിച്ച് അടുത്ത ആശ്രമ സമൂഹത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കാനായി രാമൻ്റെ കൂടെ അയച്ചു. അല്പദൂരത്തോളമെങ്കിലും രാമനോട് കൂടെ സഞ്ചരിക്കാൻ ലഭിച്ച അവസരത്തെപ്പറ്റി ശിഷ്യന്മാർ അതീവ ആഹ്ലാദമുള്ളവരായി. പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായ നേട്ടമാണതെന്ന് അവർക്ക് മനസ്സിലായി. രാമാദികൾക്ക് വഴി കാണിച്ചുകൊണ്ട് അവർ മുമ്പിൽ നടന്നു. രാമനും സീതയും ലക്ഷ്മണനും ഗുഹനും അവരുടെ പിന്നാലെയും. അവർ യമുനാ തീരത്തിലെത്തി. അവിടെ നിന്നും മനസ്സോടെയല്ലെങ്കിലും മഹർഷി ശിഷ്യന്മാർ രാമനോട് അനുവാദം വാങ്ങി തിരിച്ചു പോകാനൊരുങ്ങി. സീതയും രാമനും ലക്ഷ്മണനും തങ്ങളെ സഹായിച്ചതിന് ശിഷ്യന്മാരുടെ നേരെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. അവരെ ഹൃദയപൂർവ്വം അനുഗ്രഹിച്ച് പോകാൻ അനുജ്ഞ നൽകി. അനന്തരം അവർ പുണ്യ യമുനയിൽ പരിശുദ്ധമായ സ്നാനത്തിന് തയ്യാറായി. അതിനിടയിൽ നദീതീര ഗ്രാമത്തിലെ നിവാസികൾ അസാധാരണ സൗന്ദര്യവും തേജസ്സുമുള്ള ആ സന്ദർശകരെ കണ്ട് അടുത്തു വന്ന് അവർ ആരാണ്, എവിടെ നിന്ന് വരുന്നു, പേരെന്താണ് എന്നെല്ലാം അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സങ്കോചവും ഭയവും കൊണ്ട് അവർക്കതൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. അവർ അന്യോന്യം കുശകുശയെ പറഞ്ഞുകൊണ്ടിരുന്നു.
സീതയും രാമനും ലക്ഷ്മണനും അവരെ ഗൗനിക്കാതെ കുളി കഴിഞ്ഞ് കരയിൽ കയറി. പിന്നെ രാമൻ ഗുഹനെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ ഞങ്ങളോടൊന്നിച്ച് കൂടിയിട്ട് വളരെ ദിവസമായി. താങ്കൾ സ്വന്തം പ്രജകളോട് ധർമ്മം അനുഷ്ഠിക്കേണ്ട ആളാണ്. വീട്ടിലേക്ക് മടങ്ങി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കും. അനന്തരം അദ്ദേഹം ഗുഹന് പോകാൻ ആജ്ഞ നൽകി. ഗുഹൻ മറുപടി പറയാൻ നിസ്സഹായനായി. ആർക്കെങ്കിലും കണ്ടുകിട്ടിയ ചിന്താമണി ഉപേക്ഷിക്കുവാൻ കഴിയുമോ? അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായ ഞാൻ എത്ര ഭാഗ്യഹീനനാണ്, അദ്ദേഹം വിലപിച്ചു. രാമൻ്റെ ആജ്ഞ അവഗണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം സീതയുടെയും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുന്നിൽ നമസ്കരിച്ച് അവരുടെ പാദപാംസുക്കൾ വാരിയെടുത്ത് തലയിലണിഞ്ഞു. ഏറ്റവും വിമനസ്സോടെ അവരുടെ മുമ്പിൽ നിന്നും പോയി. ഗുഹൻ പോയി കുറച്ചു സമയം കഴിഞ്ഞ ശേഷം അവർ മൂന്നുപേരും യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാഗന്മാരുടെ നഗരത്തേക്കാൾ ഏറെ പ്രശോഭിക്കുന്ന ഒരു നഗരം കാണപ്പെട്ടു. അവർ വെളിച്ചത്തിനടുത്തെത്തിയപ്പോൾ ഏത് നഗരമാണെന്ന് അത്ഭുതപ്പെട്ടു. അവർ അടുത്ത് ചെല്ലുംതോറും നഗരത്തിൻ്റെ പരിസര പ്രദേശത്തിൻ്റെയും ഗാംഭീര്യവും ഭംഗിയും കൂടുതൽ പ്രസ്പഷ്ടമായി. അവർക്ക് സന്തോഷം വർദ്ധിച്ചു. വളരെ അടുത്തെത്തിയപ്പോൾ അത് ദേവനഗരിയായ അമരാവതിയാണോ എന്ന് സംശയിച്ചു. പൂർവാധികം സന്തുഷ്ടരായി. അവിടുത്തെ നിവാസികൾ മനുഷ്യരല്ല, ദേവന്മാരായിരിക്കുമെന്ന് അവർക്ക് തോന്നി. അവർ ഒരു വൃക്ഷത്തിൻ്റെ ശീതളഛായയിലിരുന്നു. നഗരത്തിൻ്റെ പ്രൗഢിയും മോടിയും നോക്കി അത്ഭുതപ്പെട്ടു. ജനങ്ങൾ അവിടെ ചുറ്റും വന്നു നിന്നു. മൂവരും സ്വർഗത്തിൽ നിന്നും വന്നവരോ അഥവാ അമർത്യൻ തന്നെയോ എന്ന് ജനം അന്യോന്യം ചോദിച്ചു. അവർ നഗരത്തിലേക്ക് ഓടിച്ചെന്ന് ചില ദിവ്യാത്മാക്കൾ വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത് കണ്ട് വിശേഷം പ്രചരിപ്പിച്ചു. ഇത് കേട്ട് ഓരോരുത്തരും സന്ദർശകരുടെ സമീപം ഓടിയെത്തി. അവരുടെ സുഖ സൗകര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു. ചിലർ അവരുടെ മുൻപിൽ പാൽ കൊണ്ടുപോയി വച്ചു, മറ്റു ചിലർ ഫലങ്ങൾ വച്ചു. എല്ലാവരും അവരെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഒരാൾക്കും അവരെ വിട്ട് തിരിച്ചു പോകുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം അവിടെ തന്നെ നിന്നു. ആ കൂട്ടത്തിൽ ധൈര്യശാലിയായ ഒരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു, മാന്യരെ, നിങ്ങളുടെ സൗന്ദര്യവും പൗരുഷഭാവവും കാണുമ്പോൾ നിങ്ങൾ രാജകുമാരന്മാരാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു. പക്ഷേ ഈ യുവതിയോടുകൂടി നിങ്ങൾ പരുഷമായ ഈ കാട്ടുവഴികളിൽ കൂടി നടന്നു വരികയാണ്. നിങ്ങൾ മല കയറുന്നു, നദികൾ കടക്കുന്നു, എല്ലാ ആപത്തുകളെയും നേരിട്ടുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലരായ യാത്രക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള വെറും പൗരന്മാരല്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അനേകം സിംഹങ്ങളുള്ളതും കാട്ടാനകൾ അലഞ്ഞു നടക്കുന്നതുമായ ഈ ഘോരവനത്തിൽ കൂടി നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കോമളത്വത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ ഇവരും കൂടി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹാക്കളോ ഗുണകാംക്ഷികളോ ഇല്ലേ? അത്തരത്തിൽ വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളെ ഈ യാത്രയ്ക്ക് പുറപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. ഈ യാത്രയുടെ സ്വഭാവത്തെയും കാരണത്തെയും പറ്റി അയാൾ അന്വേഷിച്ചു. മറ്റനേകം ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ മുന്നോട്ട് വന്നു. അവർ രാമനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു, രാജകുമാര, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നതിൽ എനിക്ക് ഭയമുണ്ട്. എൻ്റെ ധിക്കാരം പൊറുക്കണം. ഞങ്ങൾ സാധാരണക്കാരാണ്, വാക്ചാതുര്യമില്ലാത്തവർ. അങ്ങയുടെ ശാരീരിക സൗന്ദര്യം മരതകത്തിൻ്റെയും കനകത്തിൻ്റെയും ശോഭ പ്രതിഫലിക്കുന്നു. അതാണ് അങ്ങയുടെ പ്രകാശത്തിൻ്റെ ഉറവിടം എന്ന് തോന്നുന്നു. നിങ്ങളിൽ ഒരാൾക്ക് കാർമേഘത്തിൻ്റെ വർണ്ണമാണുള്ളത്, മറ്റേയാൾക്ക് ഉജ്ജ്വലമായ വെണ്മയും. കോടിക്കണക്കിന് പ്രേമദേവന്മാർ മനുഷ്യ ശരീരത്തിൽ രൂപപ്പെട്ടതുപോലെ മതിമയക്കുന്നവരാണ് നിങ്ങൾ ഇരുവരും. ഈ കോമള യുവതിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് പ്രേമദേവതയുടെ രതീദേവിയുടെയും അതിവിശിഷ്ടമായ മനോഹാരിതയാണുള്ളത്. അവരുടെ ശാലീനതയും നൈസർഗികമായ വിനയവും അതുപോലെ അഴകും കാണുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ സ്വയം ഞങ്ങളെപ്പറ്റി തന്നെ ലജ്ജിക്കുന്നു. നിങ്ങൾ ആരാണ്? ഈ വിധം എന്തിനാണ് വന്നിട്ടുള്ളത് എന്നെല്ലാം സദയം ഞങ്ങളോട് പറയുക. അവരുടെ പ്രാർത്ഥന കേട്ടും അവരുടെ ഉത്കണ്ഠയും ആനന്ദവും കണ്ട് രാമനും ലക്ഷ്മണനും വളരെ രസം തോന്നി. ആ ഘട്ടത്തിൽ സീത സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് അവരോട് ഇപ്രകാരം പറഞ്ഞു, സഹോദരിമാരെ, ആത്മാർത്ഥയുള്ളവനും കനകവർണ്ണമുള്ളവനും ആയ ഈ ആൾ ലക്ഷ്മണനാണ്. ഇദ്ദേഹം എൻ്റെ സ്വാമിയുടെ സഹോദരനാണ്, ഇളയ സഹോദരൻ. പിന്നെ കാർമേഘ ശ്യാമളനെ പറ്റി ദീർഘവും ബലിഷ്ഠവുമായ ഭുജങ്ങളുള്ളവനും വിശ്വം മുഴുവനും മുദ്രിതമാക്കുന്ന കമലദള നയനവുമായ ആൾ എൻ്റെ സ്വാമിയാണ്, എൻ്റെ ജീവശ്വാസം.
ഇത് പറഞ്ഞുകൊണ്ട് സീത തല കുനിച്ച് താഴോട്ട് നോക്കി. ഉടനെ ഒരു യുവതി ഇടയിൽ കയറി ചോദിച്ചു, അമ്മേ, അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. സീത പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ പേര് സീത എന്നാണ്. ജനകൻ്റെ മകളായ ജാനകി എന്നും ഞാൻ അറിയപ്പെടുന്നു. ആശ്ചര്യത്തോടും അഭിനന്ദനത്തോടും കൂടി സ്ത്രീകൾ അന്യോന്യം നോക്കി. പിന്നെ അവരെല്ലാം ഏകസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീതയെ ധാരാളമായി അനുഗ്രഹിച്ചു. നിങ്ങൾ പരമശിവനും പാർവതിയും എന്ന പോലെ ദമ്പതികളായി ജീവിക്കുവിൻ. ആദിശേഷന്റെ ഭണത്തിന്മേൽ ഈ ഭൂമിദേവി നിലനിൽക്കുന്ന കാലത്തോളം, സൂര്യനും ചന്ദ്രനുമുള്ള കാലത്തോളം നിങ്ങൾ ഐക്യത്തോടും അഭംഗുരമായ ആനന്ദത്തോടും കൂടി ഒന്നിച്ചു ജീവിക്കുവിൻ. രാമൻ പുരുഷന്മാരോട് സംസാരിച്ചു. തങ്ങൾ വനത്തിൻ്റെ ഗാംഭീര്യവും സൗന്ദര്യവും ദർശിക്കാൻ വന്നവരാണെന്നും യാത്ര അതുവരെ പരിപൂർണമായും സുഖപ്രദവും പ്രയോജനകരവും ആയിരുന്നുവെന്നും ഇതുവരെ യാതൊരു ക്ഷീണമോ അസൗകര്യമോ ഉണ്ടായിട്ടില്ല എന്നും അവരെ അറിയിച്ചു. തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പിന്നെ അവർ വനത്തിലേക്കുള്ള യാത്ര തുടർന്നു. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും വേഗത്തിൽ വീട്ടിലേക്ക് പോയി. ആ പൗരന്മാരെയും അവർ ചോദിച്ച ചോദ്യങ്ങളെയും അവർ പ്രസ്പഷ്ടമാക്കിയ സ്നേഹത്തെയും അവരുടെ കണ്ണുകളിൽ പ്രകാശിച്ചിരുന്ന ആനന്ദത്തെയും കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ട് സീതയും രാമനും ലക്ഷ്മണനും യാത്ര തുടർന്നു. പെട്ടെന്ന് രാമൻ സീതയുടെ മുഖത്ത് ക്ഷീണത്തിൻ്റെ ചിഹ്നങ്ങൾ കണ്ടു. ഒരു തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറേ വിശ്രമിക്കുന്നതിനായി അഭിപ്രായപ്പെടുകയും ചെയ്തു. ശീതളവും വിസ്തൃതവുമായൊരു അരുവി അടുത്തുകൂടി ഒഴുകുന്നുണ്ടായിരുന്നു. ലക്ഷ്മണൻ കാട്ടിനുള്ളിലേക്ക് പോയി കുറേ ഫലമൂലങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു. അവർ മൂവരും അവ സ്വാദോടുകൂടി ഭക്ഷിച്ചു. ആ രാത്രി അവിടെ സുഖമായി കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. സ്നാനവും മറ്റ് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം യാത്ര തുടർന്നു. താമസിയാതെ അവർ വനത്തിലെ ഭീകരമായ ഉൾഭാഗത്തിൽ പ്രവേശിച്ചു. താണു തൂങ്ങിയ കൊടുമുടികൾ, അന്ധകാരപൂർണവും ഭയാനകവുമാവും വിധം കൂടിപ്പിണഞ്ഞു കിടക്കുന്ന വൃക്ഷസമൂഹങ്ങൾ, ജലപ്രവാഹമുള്ള നദികളുടെ ചകടടിപ്പിക്കുന്ന അലർച്ച, ഇവയെല്ലാം കൂടി ഭീതിയുടെയും നിഗൂഢതയുടെയും വിചിത്രമായൊരു ബോധം അവരിൽ ജനിപ്പിച്ചു. ആ ഭീകര പ്രദേശത്തിൻ്റെ മധ്യത്തിൽ മനുഷ്യരാൽ നട്ടുനനച്ച് വളർത്തപ്പെട്ട ഒരു തോട്ടം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിൽ മനോഹരമായ ഒരു ആശ്രമമുണ്ടായിരുന്നു. അത് വാൽമീകിയുടെ ആശ്രമമായിരുന്നു. ആശ്രമത്തിൻ്റെ ഒരു ഭാഗത്ത് ഉയർന്ന മലയുടെ ചെങ്കുത്തായ ഭാഗങ്ങൾ, മറുഭാഗത്ത് വളരെ താഴെ മർമ്മരം പൊഴിക്കുന്ന ഒരു അരുവി. ആശ്രമം തികച്ചും സൗന്ദര്യത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു. പച്ചപ്പട്ട് വിരിപ്പിൽ രത്നക്കല്ല് പോലെ അത് ശോഭിച്ചു. സീതയുടെ ദൃഷ്ടികൾ ആ ചിത്രത്തിൽ പതിച്ചതോടുകൂടി അവർക്ക് അതിയായ ആശ്വാസം തോന്നി. അവരുടെ ക്ഷീണം ലഘൂകരിക്കപ്പെട്ടതായും അവർ തോട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്നും ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞ വാൽമീകി ആശ്രമത്തിൽ നിന്നും അവർ തോട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞ വാൽമീകി ആശ്രമത്തിൽ നിന്നും പുറത്തു വന്ന് പ്രവേശനദ്വാരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സീതയും രാമനും ലക്ഷ്മണനും ക്ഷണത്തിൽ ചെന്ന് മഹർഷിയുടെ പാദങ്ങൾ നമസ്കരിച്ചു. മഹർഷിയും മുന്നോട്ട് വന്ന് അവരുടെ വളരെ മുമ്പ് തന്നെ പരിചിതനായ പോലെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. അദ്ദേഹം അവരെ 3 പേരെയും ആശ്രമത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. തൻ്റെ സ്വന്തം ശ്വാസം പോലെ സ്നേഹിച്ചിരുന്ന രാമനും ലക്ഷ്മണനും സീതയ്ക്കും മഹർഷി സുഖാസനങ്ങൾ നൽകി. ഫലമൂലാദികൾ വരുത്തി അവരുടെ മുമ്പിൽ വെച്ചു. അദ്ദേഹം ആഗ്രഹിച്ചതനുസരിച്ച് അവർ അവ കഴിച്ചു. അവർക്കുണ്ടായ സന്തോഷം പ്രകടിപ്പിച്ചു. വാൽമീകി അവരുടെ മുൻപിലിരുന്ന് രാമനെ തന്നെ ഉറ്റുനോക്കി. തൻ്റെ മിഴികളുടെ ദാഹം തീർത്തു. അദ്ദേഹം അവാച്യമായ ആനന്ദത്തിൽ പരിപൂർണനായി. ഏറ്റവും വിനയത്തോടുകൂടി രാമൻ മഹർഷിയോട് സംസാരിച്ചു. പൂജ്യനായ മഹർഷിയെ, അങ്ങ് എല്ലാവരുടെയും ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് വനത്തിലേക്ക് പ്രവേശിച്ചതെന്ന് അങ്ങേക്ക് കരതലാമലകം പോലെ പ്രസ്പഷ്ടമായിരിക്കും. എന്നിരുന്നാലും ഭാര്യയോടും അനുജനോടും കൂടി ഞാനിവിടെ അറിയിക്കുക എന്ന എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അനന്തരം അച്ഛൻ ചെയ്ത സത്യത്തിനനുസരിച്ച് എങ്ങനെ കൈകേയി രാജ്ഞി എന്നെ കാട്ടിലേക്ക് നാടുകടത്തിയെന്നും രാജ്യത്തിൻ്റെ ഭരണകർത്താവായി തൻ്റെ അനുജനായ ഭരതനെ എങ്ങനെ വാഴിച്ചു എന്നും രാമൻ വിവരിച്ചു. മഹർഷി കഥ ശ്രദ്ധിച്ചു. മന്ദഹാസ പ്രകാശിതമായ മുഖം വഴി തൻ്റെ ആനന്ദത്തെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, നീ അവരുടെ ആഗ്രഹം നിറവേറ്റിയതുപോലെ ഇപ്പോൾ എൻ്റെ ആഗ്രഹവും നിറവേറ്റിയിരിക്കുന്നു. എൻ്റെ തപസ്സുകളും വ്രതങ്ങളും അഭിലാഷങ്ങളും ഇന്ന് സഫലമായിരിക്കുന്നു. എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞതയും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ ഒരംശവും ഞാൻ
കൈകേയിക്ക് നൽകണം. ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന കൃതജ്ഞതയുടെയും ആനന്ദത്തിൻ്റെയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് വാൽമീകി കണ്ണടച്ച് വളരെ നേരം നിശബ്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഴികളിൽ ബാഷ്പം നിറഞ്ഞു, ആനന്ദ ബാഷ്പം. പിന്നീട് അത് വലിയ തുള്ളികളായി ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കവിൾത്തടത്തിൽ കൂടി ഉരുണ്ടുരുണ്ടു വീണു. രാമൻ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിവസിക്കാം. ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും കാരണമുണ്ടാവാത്തതും തപസ്സികൾക്കോ ആശ്രമങ്ങൾക്കോ ഞങ്ങൾ തടസ്സമാവാതിരിക്കുന്നതുമായ ഒരു സ്ഥലം കാണിച്ചു തരിക. ഞങ്ങൾക്ക് ശരിയായ ഉപദേശവും നൽകുക. ഞങ്ങൾ ആ സ്ഥലത്ത് പർണശാല കെട്ടി അവിടെ കുറേ കാലം കഴിച്ചുകൂട്ടാം. പരിശുദ്ധവും ആത്മാർത്ഥത നിറഞ്ഞതുമായ ഈ വാക്കുകൾ മഹർഷിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, രാമ, ഞാൻ തീർച്ചയായും അനുഗ്രഹീതനായി. രഘുവംശത്തിൻ്റെ പ്രഭാവം പ്രഖ്യാപിക്കുന്ന ഒരു പതാക പോലെയാണ് അങ്ങ്. എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ സംസാരിക്കുന്നത്? വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാർഗത്തെ പരിരക്ഷിക്കുന്ന ശക്തിയാണ് അങ്ങ്. അതിനെ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ശക്തി. അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ മോഹിപ്പിക്കുന്ന അർത്ഥമാണ് സീത. അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാ ലോകങ്ങളും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ മതങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനമാണ്. ഈ പ്രപഞ്ചം താങ്ങി നിൽക്കുന്ന 1000 ഭണമുള്ള ആദിശേഷൻ എന്ന നാഗം. ലോകത്തിൻ്റെ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന ദേവന്മാരുടെ ആഗ്രഹങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ആണ് അങ്ങ് രൂപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങ് താമസം വിന ദുഷ്ടന്മാരെയൊക്കെ സംഹരിക്കും, എനിക്ക് തീർച്ചയുണ്ട്. അങ്ങ് ശിഷ്ടാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും. രാമ, പ്രപഞ്ചം എന്ന നാടകത്തിൻ്റെ അനശ്വര പ്രേക്ഷകനാണ് അങ്ങ്. പ്രപഞ്ചം ദൃശ്യവും അങ്ങ് ദ്രഷ്ടാവുമാണ്. ദേവകൾ പോലും അങ്ങയുടെ യഥാർത്ഥ സ്ഥിതിയും പ്രഭാവവും അളക്കുന്നതിൽ പരാജയപ്പെടുന്നു. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ അങ്ങയുടെ രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കും? അങ്ങയുടെ അനുഗ്രഹമായ ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ അങ്ങയുടെ സത്യത്തിൻ്റെയും ശക്തിയുടെയും തെല്ലെങ്കിലും അറിഞ്ഞുവെന്ന് അവകാശപ്പെടാനാവുകയുള്ളൂ. സത്തുക്കളുടെയും ദേവന്മാരുടെയും ശാന്തിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് അങ്ങ് മാനവരൂപം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായാണ് അങ്ങ് ഞങ്ങളിലൊരാളെപ്പോലെ സംഭാഷണം ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത്. മനുഷ്യരിൽ ഒരാളാണ് അങ്ങെന്ന് വിഡ്ഢികൾ മാത്രമേ തെറ്റിദ്ധരിക്കുകയുള്ളൂ. അങ്ങ് നിർദ്ദേശിക്കുകയും ചരട് വലിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് കളിക്കുന്ന പാവകളാണ് ഞങ്ങളെല്ലാം. ഇന്നതുപോലെ പ്രവർത്തിക്കണമെന്നും ഇന്ന സ്ഥലത്ത് നിവസിക്കണമെന്നും അങ്ങയോട് നിർദ്ദേശിക്കുവാൻ ഞങ്ങൾ ആരാണ്? രാമ, അങ്ങയുടെ വാക്കുകളെ കൊണ്ട് തപസ്വികളായ ഞങ്ങളെ മോഹിപ്പിക്കാൻ പദ്ധതിയിടുകയാണോ? ഓ, എത്ര ആശ്ചര്യകരമാണ് അങ്ങയുടെ ലീല! എത്ര യഥാർത്ഥമാണ് അങ്ങയുടെ അഭിനയം! ഈ പ്രപഞ്ച നാടകത്തിൻ്റെ സംവിധായകനാണ് അങ്ങെന്ന് ഞാൻ അറിയുകയില്ലേ? ഈ കാട്ടിൽ കുറേ കാലം കഴിച്ചു കൂട്ടുന്നതിന് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു തരണമെന്ന് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് സ്ഥലമാണ് ഞാൻ തിരഞ്ഞെടുത്ത് ശുപാർശ ചെയ്യേണ്ടത്? കാരണം ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അങ്ങില്ലാത്ത ഒരു സ്ഥലമുണ്ടോ? എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. അതിനുശേഷം അങ്ങ് പോകേണ്ടതും താമസിക്കേണ്ടതുമായ സ്ഥലം ഞാൻ കാട്ടിത്തരാം. വാൽമീകി പറഞ്ഞു. തൻ്റെ ആഹ്ലാദത്തിൻ്റെ അങ്ങേയറ്റത്ത് രാമൻ്റെ സുന്ദരമായ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ നാവിന്മേൽ വാക്കുകൾ ഉരുകിപ്പോയി. അഭിവന്ദ്യനായ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ഉള്ളിൽ ചിരിച്ചു. തേജസ്സുറ്റ മുഖത്ത് പ്രകാശിക്കുന്ന പുഞ്ചിരിയോടുകൂടി മഹർഷി പിന്നെയും സംസാരിച്ചു. രാമ, അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിവസിക്കുന്നുവെന്ന് എനിക്ക് സൂക്ഷ്മമായി അറിയാം. അങ്ങയുടെ ഈ രൂപത്തിൽ വസിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. അങ്ങേക്ക് അവിടെ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് നിവസിക്കാം. അവരുടെ ശ്രോത്രങ്ങൾ സമുദ്രത്തെ പോലെ വീരകൃത്യങ്ങളെപ്പറ്റി വിശദാംശങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കഥാസരിത്തുകൾ സന്തോഷം സ്വീകരിക്കുന്നുവോ, ആരങ്ങയുടെ ദിവ്യ പ്രവർത്തനങ്ങളെയും വാക്കുകളുടെയും വിവരണം കേട്ടുകൊണ്ട് എപ്പോഴും സന്തുഷ്ടരായിരിക്കുന്നുവോ, ആരുടെ രസന നിരന്തരം അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുകയും അതിൻ്റെ അമൃത മാധുര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുവോ, ആരുടെ കണ്ഠം മൃദുവും നവോന്മേഷജനകവുമായ അങ്ങയുടെ വാക്കുകളും സ്തുതികളും ഉരുക്കഴിക്കുകയും അവയുടെ പാരായണത്തിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുവോ, ആരുടെ നേത്രങ്ങൾ അങ്ങയുടെ മേഘശ്യാമളമായ സുന്ദരമായ രൂപത്തെ, ആദ്യത്തെ വർഷപാതത്തെ സോൾക്കണ്ടം കാത്തിരിക്കുന്ന ചാതകത്തെ പോലെ ദർശിക്കുവാൻ കൊതിച്ചിരിക്കുന്നുവോ, ആരുടെ നിരന്തരമായ ആഗ്രഹം എവിടെയും ഏത് ദേശത്തും അങ്ങയെ കണ്ടുപിടിക്കുന്നതിനാണോ, ആര് ആ കണ്ടെത്തലുകളിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നുവോ, അത്തരക്കാരെ കണ്ടാൽ രാമ, അങ്ങ് സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവരുടെ ഹൃദയത്തിൽ നിവസിച്ചാലും.
രാമ, ഞാൻ ഇനിയും വിശദീകരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കൂ. ആര് അന്യരിലുള്ള ദോഷങ്ങൾ അവഗണിക്കുകയും അവരുടെ നന്മയുടെ പേരിൽ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ, ആര് ധർമ്മവൃത്തിയുടെയും ആർജവത്തിൻ്റെയും മാർഗത്തിൽ കൂടി ജീവിതയാത്രയിൽ ആയാസപ്പെട്ട് നടക്കുന്നുവോ, ആര് സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും അംഗീകൃതമായ പരിധികൾ അനുസരിക്കുന്നുവോ, പ്രപഞ്ചം അങ്ങയുടെ സൃഷ്ടിയാണെന്നും വസ്തുനിഷ്ഠമായ വിശ്വാസം മുഴുവനും അങ്ങയുടെ ശരീരമാണെന്നും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ആർക്ക് വിശ്വാസമുണ്ടോ അവരുടെ ഹൃദയത്തിൽ അങ്ങ് കൂട്ടുകൂടിയാലും. എന്നിരുന്നാലും അങ്ങ് എപ്പോൾ മനുഷ്യ ശരീരം സ്വീകരിച്ചതിനാലും മാതാവിൻ്റെയും പിതാവിൻ്റെയും ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഇവിടെ വന്നതിനാലും ആ നിലയിൽ എന്നോട് ചോദിച്ചതിനാലും ആ വേഷം യഥാർത്ഥമാണെന്നതുപോലെ കരുതി ഞാനതിന് മറുപടി നൽകിയെന്ന സാഹസിക കർമ്മത്തിന് മുതിരുകയാണ്. അങ്ങേക്ക് ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കാം. എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതൊരു പുണ്യസ്ഥലമാണ്, ആകർഷണമായ സുന്ദര സ്ഥലം. പ്രേമവും ശാന്തിയും കൊണ്ട് സാന്ദ്രീകൃതമാണ് അന്തരീക്ഷം. പരസ്പര വൈര്യത്തിൻ്റെ യാതൊരു ലക്ഷണവും കാണിക്കാതെ സിംഹങ്ങളും ആനകളും അവിടെ ഒന്നിച്ചു വിഹരിക്കുന്നു. വേദങ്ങളിൽ പ്രകീർത്തിതമായ മന്ദാകിനി നദി ആ കുന്നിനു ചുറ്റുമാണ് ഒഴുകുന്നത്. അത്രിയെപ്പോലുള്ള മഹർഷിമാർ അവിടെ ആശ്രമങ്ങളിൽ താമസിക്കുന്നുണ്ട്. അങ്ങേക്ക് ആ ആശ്രമങ്ങൾ സന്ദർശിച്ച് കൂടുതൽ പവിത്രത അനുഭവിക്കാം. ശ്രേഷ്ഠമായ ആ സ്ഥലത്തിലും പ്രിയങ്കരമായ ആ ദിവ്യ നദിയിലും അങ്ങയുടെ അനുഗ്രഹം അർപ്പിച്ചാലും. വാൽമീകി ഈ നിർദ്ദേശം നൽകിയ ഉടനെ തന്നെ രാമൻ അത് സ്വീകരിച്ചു. പിന്നീട് യാത്രാനുമതിയും വാങ്ങി ലക്ഷ്മണനോടും സീതയോടും ഒന്നിച്ച് യാത്ര തുടർന്നു. അല്പസമയത്തിനുള്ളിൽ അവർ മന്ദാകിനി നദി കണ്ടു. അതിൽ സ്നാനം ചെയ്തു. ശാസ്ത്രോക്തമായ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് സന്തുഷ്ടരായി പച്ചപ്പുല്ലിൽ കൂടി കുറേ ദൂരം നടന്ന് പ്രകൃതിദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിന് മുമ്പായി അവർ ഒരു തണൽ മരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കാനിരുന്നു. രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: ലക്ഷ്മണ, നമുക്കിവിടെ താമസിക്കുന്നതിനായി ഒരു പർണശാല കെട്ടണം. അതിന് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്കാവുന്നില്ല. ഏത് സ്ഥലമാണ് നല്ലത് അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന് പറയാൻ എനിക്ക് എളുപ്പമല്ല. അതുകൊണ്ട് നീ ഒരു സ്ഥലം തിരഞ്ഞെടുത്തുറപ്പിക്കൂ. ഈ വാക്കുകൾ ലക്ഷ്മണന്റെ കാതിൽ പതിച്ചതോടുകൂടി അദ്ദേഹം അശക്തനായി രാമൻ്റെ കാൽക്കൽ വീണു. ലക്ഷ്മണന് കഠിനമായ മനോവേദന ഉള്ളതായി കാണപ്പെട്ടു. എന്നോടിങ്ങനെ സംസാരിക്കുന്നതിന് ഞാൻ അങ്ങയോട് എന്തൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഇത് എൻ്റെ പാപത്തിനുള്ള ശിക്ഷ തന്നെ. അല്ലെങ്കിൽ അങ്ങ് എന്നെയും എൻ്റെ പ്രകൃതിയെയും പരീക്ഷിക്കുകയാണോ? അതുമല്ലെങ്കിൽ അങ്ങ് തമാശ പറയുകയോ കളിക്കുകയോ ആയിരിക്കുമോ? അദ്ദേഹം ചോദിച്ചു. കഠിനവേദ അനുഭവിക്കുകയായിരുന്ന ലക്ഷ്മണൻ ഭയം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അദ്ദേഹം തല താഴ്ത്തി നിന്നു. ലക്ഷ്മണൻ്റെ ഈ പെരുമാറ്റം കണ്ട് രാമൻ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം അടുത്ത് ചെന്ന് അനുജനെ മാറോടണച്ച് അഭ്യർത്ഥിച്ചു: അനുജ, നീ ഇങ്ങനെ ദുഃഖിക്കാനായി ഇപ്പോൾ എന്തുണ്ടായി? നീ ഇങ്ങനെ ഹൃദയഭേദകമായ രീതിയിൽ വേദന അനുഭവിക്കുന്നതിന് എന്താണെന്ന് എനിക്ക് ഊഹിക്കാനും കഴിയുന്നില്ല. പറയൂ. എൻ്റെ അമ്പരപ്പും വ്യസനവും ദീർഘിപ്പിക്കാതെ അതിൻ്റെ കാരണം എന്നോട് പറയൂ. ലക്ഷ്മണൻ പെട്ടെന്ന് പറഞ്ഞുപോയി: ജ്യേഷ്ഠ, ഞാനെല്ലാം അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ. എനിക്ക് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങളില്ലല്ലോ. അങ്ങയെ സന്തോഷിപ്പിക്കുന്നതെന്തോ അത് അക്കാരണം കൊണ്ട് തന്നെ എന്നെയും സന്തോഷിപ്പിക്കും. ഇത് സത്യമാണെന്ന് അങ്ങേക്കറിയാം. എന്നിട്ടും അങ്ങ് എന്നോട് എനിക്കിഷ്ടപ്പെട്ടവരിടം തിരഞ്ഞെടുക്കുവാനും അവിടെ അങ്ങേക്ക് വേണ്ടി പർണശാല കെട്ടാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നു. എൻ്റെ ഇച്ഛ നടപ്പിൽ വരുത്താനായി അങ്ങ് നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് വലിയ ഹൃദയക്ഷോഭമുണ്ടായി. എവിടെയാണത് നിർമ്മിക്കേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കൂ. ഞാൻ അപ്രകാരം ചെയ്യാം. എന്നോട് കരുണ കാണിക്കൂ. ഈ രീതിയിൽ എന്നോട് സംസാരിക്കാതിരിക്കൂ. എൻ്റെ സർവസ്വവും ഇച്ഛ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഒന്നും ഒഴിവാക്കാതെയും ഒന്നും കരുതി വയ്ക്കാതെയും എല്ലാം അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ടുള്ളതല്ലേ. അത് സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും. ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയെ സേവിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങയെ അനുഗമിക്കുന്ന ദാസൻ. എന്നെ പ്രയോജനപ്പെടുത്തൂ. എന്നോട് കൽപ്പിക്കൂ. എന്നിട്ട് കൽപ്പന അനുസരിപ്പിക്കുകയും പ്രവൃത്തി ചെയ്യിക്കുകയും ചെയ്യൂ. ലക്ഷ്മണൻ അത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂപ്പുകൈകളോടെ പറയുകയും ചെയ്തപ്പോൾ രാമൻ അനുജനെ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. രാമൻ പറഞ്ഞു: ലക്ഷ്മണ, ഈ നിസ്സാരമായ സംഗതിയിൽ നീ ഇത്ര അസ്വസ്ഥനാകുന്നത് എന്തിനാണ്? ഇത് അത്ര കാര്യമായി എടുക്കേണ്ടതില്ല. ആകസ്മികമായാണ് ഞാൻ നിനക്ക് ആ നിർദ്ദേശം തന്നത്.
നിന്റെ ഹൃദയം നിറഞ്ഞ ഭക്തി ഞാൻ അറിഞ്ഞതല്ല. ശരി, എന്നോടൊന്നിച്ചു വരൂ. ഞാൻ തന്നെ സ്ഥലം തിരഞ്ഞെടുക്കാം. സീതയും ലക്ഷ്മണനെയും കൂട്ടി രാമൻ കാട്ടുവഴികളിൽ കൂടി നടന്നു. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ മന്ദാകിനി നദിയുടെ ഉത്തര തീരം ദൃഷ്ടിയിൽപ്പെട്ടു. ആ തീരം വില്ലുപോലെ വളഞ്ഞിട്ടായിരുന്നു. ഒരു വീരനെ പോലെ പിന്നിൽ ചിത്രകൂട ശൃംഗം വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുകയാണെന്ന് തോന്നി. ആ വില്ല് വിട്ടയക്കുന്ന അസ്ത്രങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ദീനാനുകമ്പ, ത്യാഗം തുടങ്ങിയവയും അവ നശിപ്പിക്കാനുള്ള ലക്ഷ്യം പാപസംഘാതവുമായിരുന്നു. രാമൻ ഈ സ്ഥലത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഈ വീരൻ യുദ്ധത്തിൽ നിന്നും മടങ്ങുകയില്ല. വശീകരണ ശക്തിയുള്ള ആ സ്ഥലത്ത് പർണശാല നിർമ്മിക്കുവാൻ രാമൻ നിർദ്ദേശം നൽകി. രാമനോടും സീതയോടും വൃക്ഷത്തണലിൽ വിശ്രമിക്കാനായി ലക്ഷ്മണൻ അപേക്ഷിച്ചു. കുറ്റികൾ, ഇലകൾ, വള്ളികൾ, കയറ് പിരിക്കാൻ മരത്തോലുകളിൽ നിന്നും നാര് എന്നിവ സംഭരിക്കുവാൻ അദ്ദേഹം പോയി. 3 ആളുകൾക്ക് സൗകര്യത്തോടുകൂടി താമസിക്കാനുള്ള ഒരു പർണശാല നിർമ്മിക്കുവാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. കുഴികൾ കുഴിച്ചു, കുറ്റികൾ നാട്ടി. അങ്ങനെ നിർമ്മാണം മുഴുമിക്കാനായി വേഗം പ്രയത്നിച്ചു. കുറേ നേരത്തെ വിശ്രമത്തിന് ശേഷം സീതാരാമന്മാർ മരച്ചുവട്ടിൽ നിന്നും എഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കൺമുന്നിൽ ഒരു പർണശാല ഉയർന്നതായി അവർ കണ്ടു. ആ സുന്ദര നിർമ്മിതി, ഏതു രീതിയിലും നിസ്സംശയമായും മനോഹരമായ ആ ഒരു വസതി, അതിൻ്റെ നിർമ്മാണത്തിൽ താനും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് രാമന് തോന്നി. അതുകൊണ്ട് അനുജൻ പുരപ്പുറത്ത് നിന്നും അവസാനമായി ചെയ്യേണ്ട പണികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാമൻ താഴെ നിന്ന് നാരൻ കഷ്ണങ്ങൾ എറിഞ്ഞുകൊടുത്തു. എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് സീതയ്ക്കും തോന്നി. ലക്ഷ്മണൻ കൊണ്ടുവന്നു വച്ചിരുന്ന മരക്കൊമ്പുകളിൽ നിന്നും ദേവി ഇലകൾ പറിച്ചെടുത്തു. പിന്നെ അത് ലക്ഷ്മണന് കൊടുക്കുന്നതിനായി ദേവി രാമൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരുന്നു. സൂര്യാസ്തമയനത്തിനു മുമ്പ് തന്നെ പർണശാലയുടെ പണി പൂർത്തിയായി. അത് ഉപയോഗിക്കുന്നതിന് പറ്റിയ നിലയിലായി. രാമൻ ആ വൃത്തിയുള്ള ചെറിയ പർണശാല പല രീതിയിലും പരിശോധിച്ചു നോക്കി. അദ്ദേഹം അനുജൻ്റെ ഭക്തിയെയും നിർമ്മാണ കൗശലത്തെയും പറ്റി സീതയോട് വളരെ പുകഴ്ത്തി പറഞ്ഞു. സീതയും ആ കുടിലിനെ പ്രശംസിച്ചു. ഇത്ര ഭംഗിയുള്ള ഒരു വസതി താൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്തരമൊരു വസതിയിൽ താമസിക്കാൻ വളരെ കാലമായി താൻ കൊതിക്കുകയായിരുന്നുവെന്നും സീത പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മണൻ മേൽക്കൂരയിൽ നിന്നും താഴെ ഇറങ്ങി കുടിലിന് ചുറ്റും നടന്ന് വല്ലതും പോരാതെയുണ്ടോ എന്ന് പരിശോധിച്ചു. അനന്തരം മന്ദാകിനിയിൽ പോയി കുളിച്ചു വരാനുള്ള അനുവാദത്തിന് രാമനോട് അപേക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് രാമനും സീതയും നദിയിലേക്ക് പോയി കുളിച്ചു. അവർ പർണശാലയിലേക്ക് മടങ്ങി. രാവിലെ ലക്ഷ്മണൻ ശേഖരിച്ചു വച്ചിരുന്ന ഫലമൂലങ്ങൾ ഭക്ഷിച്ചു. പുതിയ ഗൃഹത്തിൽ നിലത്ത് സുഖമായി കിടന്നുറങ്ങി. സീതയും രാമനും ലക്ഷ്മണനും ചിത്രകൂടാചലത്തിൽ താമസം തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത മറ്റൊരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വനത്തിലെ എല്ലാ ആശ്രമങ്ങളിലും തപസ്സുകളുടെ ഇടയിലും പരന്നു. അവർ കൂട്ടം കൂട്ടമായി ശിഷ്യന്മാരോടും സഹാക്കളോടും കൂടി ആ ആശ്രമം സന്ദർശിച്ചു. ദർശനം ലഭിച്ചതിന് ശേഷം സ്വാശ്രമങ്ങളിലേക്ക് മടങ്ങി. രാമൻ അവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് അന്വേഷിച്ചു. അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെയും ക്ലേശങ്ങളെയും അവ അതിജീവിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപായങ്ങളെയും സംബന്ധിച്ച് അന്വേഷിച്ചു. തൻ്റെ സേവനം അവർക്ക് എപ്പോഴും ആവശ്യമുണ്ടോ? അപ്പോഴെല്ലാം താനും അനുജനും അതിന് തയ്യാറായിരിക്കുമെന്ന് രാമൻ അവർക്ക് ഉറപ്പു നൽകി. എന്നാൽ അവർ അത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചിരുന്നില്ല. അവർ പറഞ്ഞു, രാമ, ഞങ്ങൾക്ക് അങ്ങയെ ദർശിക്കുവാൻ കഴിഞ്ഞതു തന്നെ മതി. ഞങ്ങളുടെ ജീവിതം ക്ലേശരഹിതമാക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരാൻ ഇനി കഴിയുകയുമില്ല. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മതിയായ രക്ഷയാണ്. രാമൻ്റെ വ്യക്തിത്വം കണ്ട് അവർ അത്ഭുത സ്തബ്ധരായി. രാമൻ തപസ്സുകളെ സ്വാഗതം ചെയ്തു. സ്നേഹപൂർണമായ പരിഗണനയോടെ പെരുമാറി. അദ്ദേഹത്തിൻ്റെ ദർശനവും സാന്നിധ്യവും തപസ്സുകളുടെ തപ്തമായ ഹൃദയത്തിൽ ശീതളത്വം പകർന്നു. രാമൻ അവർക്ക് അമിതമായ ആശ്വാസവും വിശ്വാസവും നൽകി. അവരുടെ മനസ്സ് അഗാധമായ ശാന്തി അനുഭവിച്ചു. രാമൻ പ്രേമസ്വരൂപനാണ്. അദ്ദേഹം ഓരോ ആരണ്യവാസിയെയും സന്തുഷ്ടനാക്കി. അദ്ദേഹം അവരുമായി ചർച്ച നടത്തി. അവരുടെ പ്രേമദാഹം ശമിപ്പിച്ചു. താപസന്മാരാലും നായാട്ടുകാരായാലും അദ്ദേഹത്തെ സമീപിച്ചവർക്കെല്ലാം തന്നെ തങ്ങളുടെ അഭിലാഷങ്ങൾക്ക് ഉചിതമായ ഉപദേശങ്ങൾ ലഭിച്ചു. തൻ്റെ സഹാനുഭൂതിയും ഉപദേശവും കൊണ്ട് രാമൻ അവരുടെ തൊഴിലുകളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി. അദ്ദേഹത്തെ സന്ദർശിച്ചു മടങ്ങിയവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെയും കരുണാർദ്രതയെയും കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ട് നടന്നു. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് വീട്ടിലെത്തി. അവർ തങ്ങളെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. രാമാദികൾ താമസിച്ചു തുടങ്ങിയ ദിവസം മുതൽ ആ വനപ്രദേശം പ്രഭാപൂർണമായി ശോഭിച്ചു. നവോന്മേഷം കൊണ്ട് പുളകിതമാവുകയും ചെയ്തു. അത് നയനങ്ങൾക്ക് ആനന്ദകരമായിരുന്നു. മനസ്സിനെ ആഹ്ലാദിപ്പിച്ചിരുന്ന ശീതളത്വം കൊണ്ട്
പൂർണ്ണമായിരുന്നു. വനത്തിൽ നിവസിച്ചിരുന്ന തപസ്വികൾക്ക് ഭയവും ഉത്കണ്ഠയും അകലെയായി. തൽസ്ഥാനത്ത് ആനന്ദം വളർന്നു വർദ്ധിച്ചു. കഠിനഹൃദയരായ നായാട്ടു ഗോത്രക്കാർ പോലും ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ തുടങ്ങി. അവർ അജിരേണ അതിവിശിഷ്ടന്മാരായി മാറുകയും ചെയ്തു. ഈ മഹാഭാഗ്യം ചിത്രകൂടാചലം നേടിയല്ലോ എന്ന് വിന്ധ്യ പർവ്വതനിര പരിതപിച്ചു. എന്തിന്? വിന്ധ്യ പർവ്വതനിര മാത്രമല്ല, എല്ലാ പർവ്വതനിരകളും ശോകാകുലരായി. കാരണം തപസ്വികളിൽ വസിക്കാനായി രാമനെ ആകർഷിക്കാൻ കഴിഞ്ഞുവല്ലോ. കാരണം തങ്ങളിൽ വസിക്കാനായി രാമനെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സീതയുടെയും രാമൻ്റെയും പാതാരവിന്ദങ്ങളിൽ ദത്തദൃഷ്ടയായി ആനന്ദം അനുഭവിക്കുവാനും അവർ അദ്ദേഹത്തെ അർപ്പിച്ചിരുന്ന സ്നേഹവാത്സല്യങ്ങൾ നുകരാനും ഉള്ള അതുല്യമായ അവസരം ലക്ഷ്മണന് സിദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളതെല്ലാം മറന്ന് പരമോത്കൃഷ്ടമായ ആധ്യാത്മിക ആനന്ദത്തിൽ സ്വയം ആമഗ്നനായി. അദ്ദേഹത്തിൻ്റെ മാതാവായ സുമിത്രാദേവിയോ പത്നിയായ ഊർമിളയോ അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളോ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പോലും ആവിർഭവിച്ചില്ല. സീതയും ഒരിക്കലും ഒരു നിമിഷ നേരത്തേക്ക് പോലും ബന്ധുക്കളെയോ മാതാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ മിഥിലയെയോ അയോധ്യയോ സ്മരിച്ചില്ല. അവർ അവരുടെ നേത്രങ്ങളും ശ്രദ്ധയുമെല്ലാം ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. രാമദർശനത്തിനായിരുന്നു അവരുടെ മിഴികൾ യഥാർത്ഥമായി ഉത്സവം കണ്ടെത്തിയത്. ഉപദേശങ്ങൾക്ക് സഹായത്തിനും രാമനെ സമീപിച്ചിരുന്ന മഹർഷിമാരുടെയും മഹർഷി പത്നിമാരുടെയും സംഘത്തെ അവർ വീക്ഷിച്ചു. ദിനരാത്രങ്ങൾ കടന്നു പോകുന്നതറിയാതെ സമയം അവർക്കടുത്തുകൂടി ഒഴുകിപ്പോയി. ചന്ദ്രൻ ആകാശത്തിൽ പ്രകാശിക്കുമ്പോൾ ചകോരം അമൃതസ്മൃതി വരെ എത്തുന്ന ആനന്ദത്തിൽ ആറാടുന്നു. അതുപോലെ തന്നെ സീതയും അവരുടെ നയനങ്ങൾ രാമൻ്റെ മുഖത്ത് ഏകാഗ്രതയോടെ ഉറപ്പിച്ചുകൊണ്ട് ആനന്ദം കൊയ്തെടുത്തു. താൻ വളർന്നു വലുതായി വന്ന മിഥില രാജധാനിയെയും വർഷങ്ങളോളം ദശരഥ ചക്രവർത്തിയുടെ പുത്രവധുവായി കഴിഞ്ഞിരുന്ന അയോധ്യ രാജധാനിയെയും വിസ്മരിക്കത്തക്കവണ്ണം അത്രയും ആകർഷണമായിരുന്നു സീതയ്ക്ക് മുള കൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ടിരുന്ന മനോഹരമായ ആ ചെറുകുടിൽ. ആ കുടിലായിരുന്നു അവർ അറിഞ്ഞിരുന്ന എല്ലാ കൊട്ടാരങ്ങളെക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നതും രാജയോഗ്യമായിരുന്നതും. പലപ്പോഴും രാമൻ പുരാണ കഥകളിലെ പ്രസിദ്ധരായ വീരന്മാരെ പറ്റിയുള്ള കഥകൾ പറയുക പതിവായിരുന്നു. ഉഗ്രമായ തപസ്സിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നവരുടെ പലതരത്തിലുള്ള നേട്ടങ്ങളും അദ്ദേഹം വർണ്ണിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ സീതയും ലക്ഷ്മണനും ഔത്സുക്യത്തോടും സന്തോഷത്തോടും കൂടി ശ്രദ്ധിച്ചിരുന്നു. ഈ വിവരണങ്ങൾക്കിടയിൽ രാമൻ തൻ്റെ പിതാക്കന്മാരെ പറ്റിയും ഓർമ്മിച്ചിരുന്നു. അവരിൽ നിന്നും തങ്ങൾ വേർപെട്ടതുമൂലം അവർക്കുണ്ടായിരുന്ന ദുഃഖത്തെപ്പറ്റി സീതയെയും ലക്ഷ്മണനെയും അനുസ്മരിപ്പിക്കാറുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഓർത്തപ്പോൾ സീതയ്ക്ക് നേത്രങ്ങൾ നിറഞ്ഞു. കൗസല്യ രാജ്ഞിയുടെ ചിത്രം മനസ്സിൽ ഉയർന്നപ്പോൾ ബാഷ്പകണങ്ങൾ കവിൾത്തടങ്ങൾ കൂടി ഒഴുകി. പെട്ടെന്ന് താൻ രാമനോടൊപ്പം ഉള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ആശ്വസിച്ചു. രാമൻ പുരുഷസിംഹമാണ്. വനത്തിൽ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വ്യസനിക്കാനോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നത് ശരിയല്ല. എന്തു സംഭവിച്ചാലും അത് തൻ്റെ നാഥൻ്റെ ലീലയായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്രകാരം സീത രാമനോടും ലക്ഷ്മണനോടും കൂടി ആ പർണശാലയിൽ കലർപ്പില്ലാത്ത സുഖത്തിൽ ദിവസങ്ങൾ കഴിച്ചു. അവരും ആ സ്വാധിയുടെ സമചിത്തതയെ ബാധിക്കുന്നതോ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നതായ യാതൊരു ശബ്ദമോ ഒരു തരത്തിലുള്ള ശല്യമോ ഏൽപ്പിക്കാതെ കൃഷ്ണമണിയെ പോളകളെന്ന പോലെ അവരെ കാത്തു സൂക്ഷിച്ചു. അവരെ ഒരസ്വസ്ഥതയും ബാധിച്ചില്ല. ദുഃഖമോ വേദനയോ ദുഃഖത്തിൻ്റെ നിഴലോ ചിത്രകൂടത്തിൽ അവരുടെ ജീവിത സുഖത്തെ മലിനപ്പെടുത്തിയില്ല. സായിറാം.